ഹായ്. ഞാൻ കുറേ നാളല്ല, പണ്ടുകൂടി ആഗ്രഹമുണ്ട് ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കണം, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ വളരെ റീസെൻ്റ്ലിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല, ഒരു കൊല്ലം അത്രയായിട്ടുള്ളൂ ഞാൻ ബുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വായിച്ച കുറച്ച് പുസ്തകങ്ങൾ ചെറിയ ചെറിയ പുസ്തകങ്ങളാണ്, പെട്ടെന്ന് സിമ്പിളായിട്ട് വായിച്ച് തീർക്കാൻ പറ്റുന്ന ടൈപ്പ് പുസ്തകങ്ങൾ. അപ്പം അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്നൊക്കെ വിചാരിച്ചു. ഓക്കെ, ഞാനൊരു എഴുത്തുകാരനായിരുന്നെങ്കിൽ ഞാൻ ബഷീറിനെ പോലെ ഒരു എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ചാൽ. എൻ്റെ ആദ്യത്തെ പുസ്തകം ബഷീറിൻ്റെ പ്രേമലേഖനം. കേശവൻ നായരും സാറാമ്മയുമാണ് ബഷീറിൻ്റെ പ്രേമലേഖനത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. സാറാമ്മ തനിക്ക് വേണ്ടി ഒരു ജോലി കണ്ടെത്തി തരണമെന്ന് പറഞ്ഞ് കേശവൻ നായർ സമീപിക്കുകയും മാസം 20 രൂപ ശമ്പളം നിനക്ക് ഞാൻ തരാം, നീ എന്നെ പ്രണയിക്കണം എന്നതായിരുന്നു കേശവൻ നായർ സാറാമ്മയ്ക്ക് കൊടുത്ത ജോലി. അങ്ങനെ ഇരുവരും പ്രണയത്തിലാവുകയും തുടർന്നുള്ള കഥയുമാണ് പുസ്തകത്തിലുള്ളത്. ബഷീറിൻ്റെ പ്രേമലേഖനം. അടുത്തതും ഒരു ബഷീർ പുസ്തകം തന്നെയാണ് ഞാൻ വായിച്ചത്, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ. സരസ്വതി ദേവിയും ബഷീറും തന്നെയാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ. വളരെ നല്ലൊരു റൊമാൻറ്റിക് എന്ന് പറയാൻ പറ്റില്ല, ട്രാജഡി ഒക്കെ തന്നെയാണ്. ബഷീർ എന്ന കാമുകൻ്റെ പീക്ക് ലൈൻസ് ഇതിലാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അടുത്തത് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന പുസ്തകമാണ്. വളരെ ചെറിയൊരു പുസ്തകമാണ്, പെട്ടെന്ന് വായിച്ചെടുക്കാവുന്ന ഒരു പുസ്തകമാണ്. 100 പേജ് താഴെ മാത്രം വരുന്നൊരു പുസ്തകമാണിത്. ഒരു പ്രായമുള്ളൊരു ഫിഷർമാൻ്റെ കഥയാണ് ഈ പുസ്തകം പറഞ്ഞത്. ഞാൻ വായിച്ചതിൽ എനിക്ക് ഈ പുസ്തകം വളരെ മോട്ടിവേഷൻ തന്നൊരു പുസ്തകമാണ്. എനിക്ക് ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യും, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യും. അതെല്ലാം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റും. അടുത്ത് ഇറ്റ് എൻഡ് വിത്ത് അസ്, കോളിൻ ഹോവറിൻ്റെ പുസ്തകമാണ്. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതെന്നാണ്. ലില്ലി ബ്ലൂം, റയൻ അറ്റ്ലസ് എന്ന് പറഞ്ഞ 3 പേര് ആണ് ഇതിൽ മെയിൻ കഥാപാത്രങ്ങൾ. ലില്ലിയാണ് മെയിൻ കഥാപാത്രം ഇതിൽ. ലില്ലിയുടെ ലൈഫിൽ നടക്കുന്ന പല കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്തു പോകുന്നത്. ഞാൻ വായിച്ചിട്ടുള്ളൊരു ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ലില്ലി ബ്ലൂ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, എനിക്ക് അങ്ങനെയുള്ള ആളുകളെ എനിക്കിഷ്ടമല്ല. ലൈക്ക് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വായിച്ചൊരു പുസ്തകമാണ്, എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്ത പുസ്തകമാണ്. ഞാൻ വേറെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് വിത്ത് അസ് അതും വാങ്ങിച്ചത്, പക്ഷെ ഇത് ഞാൻ വായിച്ചില്ല. എനിക്ക് മറ്റേത് എൻഡ് വിത്ത് അസ് ഇഷ്ടമാവാത്ത കാരണം ഞാൻ അത് വായിച്ചില്ല. പക്ഷെ ഇതിൽ ലില്ലിയും അറ്റ്ലസും തമ്മിലുള്ള, അറ്റ്ലസ് ഒരു ഹോംലെസ് ഗായ് ആകും പണ്ട്, ആ ഒരു റിലേഷൻഷിപ്പൊക്കെ നൈസായിട്ട് നല്ല രസമുണ്ട് വായിച്ചിരിക്കാനൊക്കെ. അത് മാത്രമാണ് എനിക്ക് ആകെ ഈ പുസ്തകത്തിൽ ഇഷ്ടപ്പെട്ടുള്ളൂ, വേറെ ഒന്നും എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ളൊരു പുസ്തകമാണ് ഇറ്റ് എൻഡ് വിത്ത് അസ്. ചിലപ്പോൾ എൻ്റെ വായനയുടെ കുഴപ്പമായിരിക്കും, അറിയില്ല. എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു പുസ്തകമാണ് ഇറ്റ് എൻഡ് വിത്ത് അസ്. പിന്നെ ഞാൻ വായിച്ചൊരു പുസ്തകമാണ് ഇച്ചിഗോ ഇച്ചി എന്ന് പറയുന്ന പുസ്തകം. ഇക്കിഗായുടെ ഒക്കെ എഴുത്തുകാരെ എഴുതിയ പുസ്തകമാണ്. വളരെ നല്ലൊരു പുസ്തകമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പുസ്തകമാണ്. ഇതിൽ മെയിനായിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഓരോ നിമിഷവും ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. അത് കൈവിട്ട് കളഞ്ഞാൽ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ട് ഇപ്പം എന്താണോ അത് എൻജോയ് ചെയ്യുക, ഇപ്പോഴത്തെ കാര്യങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. വളരെ നല്ല പുസ്തകമാണ്, എന്താ പറയുക, നല്ല പീസ് ഓഫ് മൈൻഡ് തരുന്ന പുസ്തകമാണ്. ഇതിൽ ഒരു കോട്ടുണ്ട്, നമ്മൾ ഒരേ വ്യക്തിയെ തന്നെ ഒരേ സ്ഥലത്ത് വെച്ച് വീണ്ടും കണ്ടുമുട്ടുക, എന്നാൽ അപ്പോഴേക്കും കാലം നമ്മളിൽ പരിണാമം വരുത്തിയിട്ടുണ്ടോ. ഒരിക്കൽ എൻ മോഹനൻ. ഒരുപാട് റീൽസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ പുസ്തകത്തിന്, ഒരുപാട് വൈറലാണ് ഈ പുസ്തകം. എൻ മോഹനൻ തൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു പ്രണയവും പിന്നീട് അത് നഷ്ടമാവുകയും ചെയ്തതൊക്കെ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു പോകുന്നത്. തൻ്റെ ഭാര്യനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ വെച്ച് തൻ്റെ പഴയ കാമുകയും കണ്ടുമുട്ടുന്നതൊക്കെയാണ് ഇതിൽ ഇത് വൃത്തം.
കണ്ടുമുട്ടുമ്പോൾ രണ്ടാൾക്കും പ്രായമായി, പേരക്കുട്ടികളൊക്കെ ആയി, മുത്തശ്ശനായി, മുത്തശ്ശിയൊക്കെ ആയി. ആ ഒരു ഇമോഷനും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. വളരെ നല്ലൊരു പുസ്തകമാണ്. ഇതിലൊരു ലൈൻ എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്കെന്നും നല്ലത് മാത്രം പറയട്ടെ. How to let things go. Free yourself up for what matters most. നമ്മൾ വറി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മളങ്ങനെ ടെൻഷൻ ഒന്നും ചെയ്യാനില്ല നമുക്ക്. അതായത് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കാം, നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളെ കൊണ്ട് അതിലൊന്നും ചെയ്യാൻ പറ്റൂല. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ പുസ്തകം. ഞാൻ വളരെ റീസെൻ്റ്ലി ആയിട്ട് വായിച്ചത് തീർത്ത പുസ്തകമാണ്. പെട്ടെന്ന് വായിച്ചു തരും. ഓരോ പേജ് വെച്ചു, ഓരോ പേജ് ഇങ്ങനെ പറഞ്ഞു പോവാം. വളരെ സിമ്പിളായിട്ട് വായിച്ചു തരും. ഇതിലൊരു കാര്യം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആരെയും മാറ്റാൻ കഴിയില്ല. നമുക്ക് ആകെ മാറ്റാൻ കഴിയുന്നത് നമ്മൾ മാത്രം. നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടോ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കാമെന്ന് മാത്രമല്ല, അല്ലാണ്ട് നമുക്കതിൽ നിന്നൊന്നും ലഭിക്കാനോ അതങ്ങനെ അല്ലാതെ ആവുകയോ ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചാൽ ഒരാൾ മാറില്ല, നമ്മളെ കൊണ്ട് ഒരാളെ മാറ്റാനും സഹിക്കുക. നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ മാത്രമായിരിക്കും. And the last one is Care of Anandi. LP ധർമ്മജൻ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റയിലും റീൽസിലൊക്കെ ഭയങ്കര ഹൈപ്പഡ് ആയിട്ടുള്ളൊരു പുസ്തകം. ഇത് എന്നെ ശരിക്കും ഹോണ്ട് ചെയ്ത ഒരു പുസ്തകമാണ്. ആനന്ദി എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു ആഴത്തിൽ പതിഞ്ഞൊരു ക്യാരക്ടറാണ് ആനന്ദി. ഈ പുസ്തകം ഭയങ്കര ഓവർ ഹൈപ്പഡാന്നൊക്കെ പറയുന്നവരുണ്ട്, പക്ഷെ ആയിരിക്കും എനിക്കറിയില്ല. ഞാൻ വായിച്ചിട്ടുള്ളൊരു ഏറ്റവും നല്ല പുസ്തകം, ഞാൻ വായിച്ചേക്കുന്നതിൽ ഏറ്റവും നല്ല പുസ്തകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇമോഷണലി ഒരുപാട് കണക്ട് ചെയ്തൊരു പുസ്തകം. എൻ്റെ ഒരു മോശ സമയത്ത് ഞാനിത് വായിക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇമോഷണലി ഭയങ്കര കണക്ട് ആയിട്ടുള്ള പുസ്തകം കെയർ ഓഫ് ആനന്ദി. ഇനി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം എന്നൊക്കെ എനിക്ക് തോന്നിയത് ഇത് വായിച്ചതിന്. ആദ്യം വായിക്കേണ്ട, എനിക്ക് അതിനെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ളതൊന്നും വായിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഞാൻ വായിച്ചാണ്, എനിക്ക് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണ്. എങ്കിലും ഇത് ഭയങ്കര ക്രിഞ്ചാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടു. അതുകൊണ്ട് എനിക്ക് വായിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലാത്തൊരു പുസ്തകം. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ മനസ്സിലാക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ വായിച്ചിട്ടുള്ള ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആനന്ദി. ഞാൻ എന്നിട്ട് ഇൻസ്റ്റയിൽ അതിൻ്റെ ഓതറായിട്ടുള്ള അഖിലിന് മെസ്സേജ് കഴിച്ചു, ബ്രോ ആനന്ദിനെ കുറിച്ച് എന്തെങ്കിലും. ഞാൻ എനിക്കിത് ഫിക്ഷനാണെന്നൊന്നും അറിയില്ല. ഞാൻ ഇത് ശരിക്കും നടന്ന സംഭവമായിരിക്കും എന്നുള്ള വൈബിലാണ് ഞാൻ വായിച്ചത്. അതുകൊണ്ട് ആനന്ദി എൻ്റെ മനസ്സിൽ ശരിക്കും സ്റ്റക്കായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ മെസ്സേജ് കഴിച്ചു. പിന്നെയാണ് പറഞ്ഞത് ഫിക്ഷണലാണ് എന്നൊക്കെ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതാണ് ഞാൻ വായിച്ചേക്കുന്നതിൽ ഏറ്റവും നല്ല പുസ്തകം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വായിച്ച പുസ്തകങ്ങൾ. പറ്റുകയാണെങ്കിൽ എല്ലാവരും വായിച്ചു നോക്കുക. നിങ്ങളൊരു ബുക്ക് വായന തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദം നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ചെറിയ പുസ്തകങ്ങളാണ്, എല്ലാം ചെറിയ പുസ്തകങ്ങളാണ്. സിമ്പിളായിട്ട് വായിച്ച് തീർക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ വായിച്ച് തുടങ്ങണം, ഒരു സ്റ്റാർട്ടിങ് കിട്ടണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണ് വായിക്കാൻ ഇഷ്ടം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്നിട്ട് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ പേജുകളുള്ള പുസ്തകങ്ങൾ വായിച്ച് തുടങ്ങും. അങ്ങനെ പയ്യെ സ്റ്റാർട്ട് ചെയ്താൽ നല്ല തീരുമാനമായിരിക്കും അത്. ഓക്കെ, ഞാൻ എൻ്റെ ഫോണിൻ്റെ യൂസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വായന തുടങ്ങി. ഇതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും.
അതിൽ ഞാൻ വായിക്കണം എന്ന് ആഗ്രഹിക്കുമോ അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങളൊക്കെ എനിക്കോടൊന്ന് സജസ്റ്റ് ചെയ്ത് തന്നാൽ നല്ലതായിരിക്കും. ഞാൻ വായിക്കാൻ ശ്രമിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. ഓക്കെ.